ഒരുപാട് വെയിറ്റ് ചെയ്തൊരു സിനിമയായിരുന്നു ഇന്ത്യൻ 2. ഒന്നാം ഭാഗം വളരെ മികച്ചതും സൂപ്പർ ഹിറ്റുമായതിനാൽ ശങ്കർ എന്ന സംവിധായകനിൽ നിന്നും കമലഹാസൻ എന്ന ഉലക നായകനിൽ നിന്നും ഒരു ഗംഭീര സിനിമയാണ് പ്രതീക്ഷിച്ചത്. ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ കുറച്ച് കുറഞ്ഞെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ അതൊക്കെ മാറുമെന്ന് കരുതിയാണ് തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രൽ ടോക്കീസിൽ രാവിലെ 6:45 FDFS ഷോയ്ക്ക് കയറിയത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാറായിരുന്നു ഇന്ത്യൻ 2 എന്ന സിനിമ. ശങ്കറും B. ജയമോഹനും രചന നിർവഹിച്ച് ശങ്കറിൻ്റെ സംവിധാനത്തിൽ കമൽഹാസനെ കേന്ദ്ര കഥാപാത്രമാക്കി 2024 ജൂലൈ 12 തിയേറ്ററുകളിൽ റിലീസായ ചിത്രമാണ് ഇന്ത്യൻ 2. കമലഹാസനെ കൂടാതെ സിദ്ധാർത്ഥ്, നെടുമുടി വേണു, വിവേക്, സമുദ്രകനി, കാജൽ അഗർവാൾ, SJ സൂര്യ, കാളിദാസ് ജയറാം, പ്രിയ ഭവാനി, രാഹുൽ പ്രീത് സിംഗ്, മനോബാല, ബോബി സിംഹ എന്നിവരെ കൂടാതെ ധാരാളം നടീനടന്മാർ ഉണ്ട് ഈ സിനിമയിൽ. ബ്രഹ്മാണ്ഡ സിനിമ ആയതിനാൽ വലിയൊരു കാസ്റ്റിംഗ് നിര തന്നെയാണ് ശങ്കർ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൈക്കിൽ പോകുന്ന തമ്പേഷ് എന്ന കഥാപാത്രം വഴിയരികിൽ നിൽക്കുന്ന ഒരാളുടെ ദേഹത്ത് ചെളി തെറിപ്പിച്ച ശേഷം കടന്നു പോകുന്നതായാണ് സിനിമ ആരംഭിക്കുന്നത്. ചിത്ര അരവിന്ദനും കൂട്ടുകാരും ചേർന്ന് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലാണ് സിനിമയിലെ കഥയുടെ തുടക്കം. അനീതിക്കും അഴിമതിക്കും കൈക്കൂലിക്കുമെതിരെ സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഘട്ടത്തിൽ നിശ്ചലമാവുകയും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഇന്ത്യൻ 2 എന്ന സിനിമ പറയുന്നത്. മെല്ലെ തുടങ്ങുന്ന സിനിമ ഗിയർ ചേഞ്ച് ചെയ്യാതെ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കമലഹാസൻ്റെ ഇൻട്രോ സീനൊക്കെ ആവറേജ് അനുഭവം മാത്രമാണ് എന്നിലെ പ്രേക്ഷകന് സമ്മാനിച്ചത്. അച്ചടക്കമില്ലാത്ത ഒരു സ്ക്രിപ്റ്റും എങ്ങും തൊടാത്ത കുറേ സീനുകളും രാജ്യം മുഴുവനുമുള്ള യാത്രയുമൊക്കെ വളരെ ബോറായാണ് അനുഭവപ്പെട്ടത്. കോമഡി രംഗങ്ങളും ഇമോഷണൽ സീനുമൊക്കെ എനിക്ക് ഒട്ടും തന്നെ വർക്കൗട്ടായില്ല. ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത് സിനിമയിലെ കുതിരയോട്ടമായിരുന്നു. അത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. സിനിമയിൽ ധാരാളം നെഗറ്റീവ്സ് പറയാനുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ വളരെ ബോറായിരുന്നു. ആകെ നല്ലതായി തോന്നിയത് താത്ത വരാറ് എന്ന സോങ്ങും ശങ്കറിൻ്റെ സിനിമകളിലെ പാട്ടുകളിലെ വിഷ്വൽ ട്രീറ്റുമാണ്. അത് ഈ സിനിമയിലും മികച്ചതായി നിൽക്കുന്നു. ആക്ഷൻ രംഗങ്ങളൊക്കെ ഇന്നുവരെ ഇറങ്ങിയ ശങ്കർ സിനിമകളിലെ ഏറ്റവും മോശം ആക്ഷനായിരുന്നു ഇതിൽ. എൻ്റെ അടുത്തിരുന്ന് സിനിമ കണ്ട പല ആളുകളും ഫസ്റ്റ് ഹാഫിൽ ഉറങ്ങുകയായിരുന്നു. ബോറടിപ്പിക്കുന്ന രംഗങ്ങളും വർക്കൗട്ടാകാത്ത കോമഡിയും ഇമോഷണൽ സീൻസും ഒക്കെ കൊണ്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കടന്നുപോയി. സിനിമ കുറച്ചെങ്കിലും നല്ലതായി തോന്നിയത് സെക്കൻഡ് ഹാഫിലെ ചില സീനുകൾ മാത്രമാണ്. അന്നേരവും സ്ക്രിപ്റ്റിൻ്റെ അഭാവം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു ചേസിങ് സീൻ ഉണ്ടായിരുന്നു. അത് ഗംഭീരമായി അനുഭവപ്പെട്ടു. വിഷ്വലി സിനിമ ശങ്കർ ടച്ച് വന്നു. എന്നാൽ മറ്റു പല ഭാഗങ്ങളിലും ഇന്ത്യൻ 2 എന്ന ചിത്രം എനിക്ക് ആവറേജിലും താഴെയുള്ള അനുഭവം മാത്രമാണ് സമ്മാനിച്ചത്. സിനിമയിൽ ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത് കുതിരയോട്ടമായിരുന്നു. ശങ്കർ എന്ന ഡയറക്ടർ ഇത്രയും അധപതിച്ചോ എന്ന് തോന്നിയ ചില സീനുകളായിരുന്നു അതൊക്കെ. കമലഹാസൻ്റെയും സിദ്ധാർത്ഥിൻ്റെയും പ്രകടനങ്ങൾ ഒഴിച്ചാൽ ധാരാളം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നിട്ടും ആർക്കും തന്നെ അത്രയും പെർഫോം ചെയ്യാനുള്ള ഒരു മികച്ച സ്ക്രിപ്റ്റ് ഒരുക്കാൻ ശങ്കർ എന്ന സംവിധായകന് സാധിച്ചിട്ടില്ല. അന്തരിച്ച നടന്മാരായ നെടുമുടി വേണു, വിവേക്, മനോബാല എന്നിവരെ AI സഹായത്താൽ കൊണ്ടുവന്നത് നന്നായി തോന്നി. SJ സൂര്യ, സമുദ്രകനി, ബോബി സിംഹ പോലെയുള്ള മികച്ച നടന്മാരുണ്ടായിട്ടും പെർഫോം ചെയ്യാനില്ലാത്ത സ്ക്രിപ്റ്റിൽ ഇവർ എന്ത് ചെയ്യാനാണ്? സിനിമയിൽ മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. ഇന്ത്യൻ ആദ്യ ഭാഗത്തിൽ AR റഹ്മാൻ ചെയ്ത മ്യൂസിക്കിൻ്റെയും BGMൻ്റെയും 7 അയലത്തെത്താൻ അനിരുദ്ധിൻ്റെ കമ്പോസിഷന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രവി വർമ്മനാണ്. ക്യാമറ വർക്ക് കിഡിലമാണ്, എസ്പെഷ്യലി സോങ് ആൻഡ് ചേസിങ് സീനുകൾ. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് A. ശ്രീകർ പ്രസാദാണ്. ഇന്ത്യൻ ആദ്യ പാദത്തിനോട് എത്രമാത്രം നീതി പുലർത്താൻ ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് സാധിച്ചുവെന്ന് ശങ്കർ ഒന്ന് ഇരുത്തി ആലോചിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ 3-ാം ഭാഗം 6 മാസത്തിനകം റിലീസ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. 3-ാം ഭാഗത്തിന് വെയിറ്റ് ചെയ്യണോ എന്ന് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അതിനെപ്പറ്റി പറയാൻ കുറച്ചുണ്ട്. സിനിമ കാണാത്ത ആളുകൾക്ക് സ്പോയിലർ ആകുമെന്നതിനാൽ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ പറയുന്നില്ല. സേനാപതി എന്ന ക്യാരക്ടറിൽ കമലഹാസൻ അഴിഞ്ഞാടുക തന്നെയാണ്. എന്നാൽ മികച്ചൊരു സ്ക്രിപ്റ്റിൻ്റെ അഭാവം സിനിമയെ വല്ലാതെ പിന്നോട്ട് വലിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയുമായി സിനിമ കാണാൻ പോയ എന്നിലെ പ്രേക്ഷകന് തികഞ്ഞ നിരാശയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ സമ്മാനിച്ചത്. ഒരു തവണ കാണണമെങ്കിൽ കാണാം എന്ന സിനിമ ആവറേജിൽ താഴെ എക്സ്പീരിയൻസ് ആയാണ് എനിക്ക് തോന്നിയത്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.